ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയൊരു സെഗ്മെൻറ്റ് അനൗൺസ് ചെയ്യുകയാണ്. ലൈഫ് ഇൻ സ്വിറ്റ്സർലാൻഡ്. അപ്പം സ്വിറ്റ്സർലാൻഡിലെ ജീവിത രീതികളെക്കുറിച്ചും ഇവിടുത്തെ പഠനത്തിനായിട്ട് എങ്ങനെ വരാം, എന്തൊക്കെയാണ് ജോലി സാധ്യതകളുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, ഇവിടുത്തെ ജീവിത രീതികൾ എന്താണ്, കോസ്റ്റ് ഓഫ് ലിവിങ് എന്താണ്, ഇവിടുത്തെ ആളുകളുടെ കൾച്ചർ എന്താണ്, ഇവിടുത്തെ നിയമപരമായിട്ട് ഇങ്ങോട്ട് വരാനും ഇവിടെ ജീവിക്കാനും അതിനുശേഷവും നമ്മുടെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്താണ്, ഇവിടെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള വളരെ വെറൈറ്റി ആയിട്ട് സ്വിറ്റ്സർലൻഡിൽ ജീവിക്കുമ്പം ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പം ഏകദേശം 3 കൊല്ലത്തിന് മുകളിലായി ആയിട്ടുള്ളൂ എന്ന് പറയുന്നതാണ് ശരി, സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നത്. കാരണം ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന ഏകദേശം 80 അല്ലെങ്കിൽ 90% വരുന്ന മലയാളികളും എന്ന് പറയുന്നത് ഒരു 10-30 കൊല്ലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആണെന്നാണ് എൻ്റെ നിലവിലുള്ള അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതിനൊക്കെ പല കാരണങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം. അതുപോലെ ലോകത്തിലുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ് സ്വിറ്റ്സർലൻഡ്. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം എക്സ്പെൻസീവായിട്ടും കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലുള്ളതും ആയിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി സവിശേഷതകളുള്ള ഒരു രാജ്യമാണ് ആദ്യമേ തന്നെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ മലയാളികളെ സംബന്ധിച്ച് വളരെ കുറച്ച് മലയാളികളാണെന്ന് തോന്നുന്നു ഈ ഒരു ജനറേഷനിൽ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എംബസിയിൽ നിന്നുള്ള എൻ്റെ അറിവ് വച്ചിട്ടാണെങ്കിൽ ഏകദേശം 1000 സ്റ്റുഡൻറ്റ് വിസയാണ് സ്വിറ്റ്സർലൻഡിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ 1000 പേരിൽ എത്ര പേര് മലയാളികളുണ്ടാവുമെന്ന് ഊഹിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ എനിക്കിവിടെ പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി, പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി, ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ എൻ്റെ മകൻ്റെ ഡെലിവറി ഇവിടെയാണ് നടന്നത്. എൻ്റെ വീട്ടിൽ പേരൻസായിട്ടും എൻ്റെ ഇൻലോസായിട്ടും ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരെ എല്ലാവരും അവരെല്ലാം അവരുടെ വിസ സ്പോൺസർ ചെയ്തിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു ഇതുണ്ടായി. അപ്പം അതുപോലെ തന്നെ 2 ക്യാൻറ്റണിൽ താമസിച്ചു. അപ്പം ഒത്തിരി നിയമപരമായിട്ടുള്ള പ്രോസസ്സിൽ കൂടെയും അല്ലാതെയും ഒക്കെ എനിക്ക് പോകാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായി, അതേപോലെ തന്നെ സ്ട്രഗിളും ഉണ്ടായി. അപ്പം ഇതെല്ലാം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഈ ഒരു സെഗ്മെൻറ്റിലെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റ് ഫോളോ ചെയ്തോളൂ. എന്തായാലും ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഐ തിങ്ക്. സോ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.